ഹലോ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ഞാൻ സ്കിൻ കെയറാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ പിമ്പിൾസൊക്കെ ഉള്ളവർക്ക് ഇത് കണക്കത്തെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് 2-3 പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അല്ല, പക്ഷെ ഞാൻ ഉപയോഗിച്ച് എനിക്ക് സക്സസ് ആണ് എന്ന് തോന്നിയ 2-3 പ്രോഡക്ട്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഉപകാരപ്പെടുന്നെങ്കിൽ ആർക്കെങ്കിലും, എൻ്റെ അതേ സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. ഓയിലി ആക്നെ പ്രോൺ സ്കിന്ന് തന്നെയാണ് എൻ്റേത്. ഭയങ്കര സെൻസിറ്റീവാണ്. ഒത്തിരി പിമ്പിൾസ് ഉണ്ടായിരുന്നു എനിക്ക്. ഒത്തിരി എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, എനിക്കതെങ്ങനെ പറയേണ്ടത്. ഈ ഭാഗത്തൊക്കെ ഇത് കണക്കത്തെ ഡാർക്ക് സ്പോട്ട് ഒത്തിരി ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് എന്ത് ചെയ്താലും മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ കറുത്ത പാടുകൾ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പിമ്പിൾസ്, എനിക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ ഡെലിവറിയൊക്കെ കഴിയുമ്പോൾ ആ പിമ്പിൾസിന് ഒരുപാട് ശമനം ഉണ്ടാവും. നമ്മുടെ ഹോർമോൺ ചേഞ്ചൊക്കെ വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ആ പിമ്പിൾസ് ഉണ്ടാവുന്നതിൽ കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കറുത്ത പാടുകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഒത്തിരി പ്രോഡക്റ്റ് നോക്കി. അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് നോക്കിയിട്ട് അവസാനം ഞാൻ ഈ വീഡിയോസൊക്കെ കാണാറുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഗ്ലാമി ഗംഗയുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. ഒത്തിരി പ്രോഡക്റ്റ് അവർ റിവ്യൂ ചെയ്ത് എനിക്ക് വിശ്വാസമാണ്. പക്ഷേ ഗംഗയുടെ സ്കിന്നെന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നാണ്, എൻ്റേത് ഓയിലിയാണ്. അപ്പോൾ എനിക്കതെല്ലാം പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവസാനം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ പ്രോഡക്റ്റ് ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ കുറേയൊക്കെ പ്രോഡക്റ്റ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ്. 2000-3000 ആ റേഞ്ചിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുന്നതിന് എൻ്റെ കണ്ണിൽ ഒരു ദിവസം പെട്ടതാണ് ഈ ഓയിലി സ്കിന്നിന് പറ്റിയത് ഡെർമാക്കോയുടെ ഒരു സിറം. ഞാൻ സിറമാണ് ആദ്യം നോക്കിയത്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു വാങ്ങി നോക്കാം. ഒരു 500-600 അതിനകത്താണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ വാങ്ങി. അത് ആദ്യം വാങ്ങിയ സിറമായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഒരു കമ്പനിയുടെ സിറം, എന്നിട്ട് ഇനി ബാക്കി നമ്മുടെ സ്കിൻ കെയർ റിട്ടേണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതേ കമ്പനിയുടെ തന്നെ മേടിച്ചാൽ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അതേ പ്രോഡക്റ്റ് തന്നെ ബാക്കിയും ഉപയോഗിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ 2-3 പ്രോഡക്റ്റ് വാങ്ങി കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി സ്കിൻ കെയർ ചെയ്യുമായിരുന്നു. ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നോട് ആൾക്കാർ ചോദിച്ചു തുടങ്ങി, എന്താണ് ഫേസിൽ യൂസ് ചെയ്യുന്നത്, നല്ല വ്യത്യാസമുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും എഫക്റ്റായിട്ട് തോന്നിയത് സിറമാണ്. അപ്പോൾ ഞാൻ ആ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് പ്രോഡക്റ്റ് ഞാൻ കാണിച്ചത്. ഇതാണ് സിറം ഡെർമാക്കോയുടെ തന്നെയാണ്. സാലിസിനാമൈഡ്, നമ്മുടെ സാലിസിലിക് ആസിഡും നാസിനമൈഡും കൂടെ ചേർന്ന ആൻറ്റി ആക്നെ സിറമാണിത്. ഇത് അടിപൊളി റിസൾട്ടാണ്. ഞാൻ റിവ്യൂ ചെയ്യുന്നതല്ല ഈ പ്രോഡക്റ്റിൻ്റെ, എനിക്ക് അത്രയും പെർഫെക്റ്റ് ആണെന്ന് തോന്നിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു 599 ആണ് ഇതിൻ്റെ റേറ്റ്. ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ഇത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അത്രയും അടിപൊളിയാണ്. നമ്മുടെ ഡാർക്ക് സ്പോട്ട് എല്ലാം ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ അത് മങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. ഞാനിപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 4 മാസമായി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയി ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. നിങ്ങൾക്ക് പക്കയായിരിക്കും. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് സിറമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ രാവിലെ സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇത് രാവിലെ ഉപയോഗിക്കും. ഞാൻ ഇവിടെ പുറത്ത് പോകുന്നെങ്കിലും ഇല്ലെങ്കിലും ഈ 3 കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. രാത്രി സിറം മാത്രം. ഇപ്പോൾ നൈറ്റ് ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഈ സിറം മാത്രം അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങാറുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര റിസൾട്ടാണ്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇതാണ് ഒരു പ്രോഡക്റ്റ്.
നെക്സ്റ്റ് പ്രോഡക്റ്റ് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ ഓയിൽ ഫ്രീ ഡെയിലി ഫേസ് മോയ്സ്ചറൈസർ. ഇതും ഡെർമാക്കോട് തന്നെയാണ്. ഞാൻ ഗൂഗിൾ ചെയ്തതല്ല, ഞാൻ ഓയിലി സ്കിന്നിന് വേണ്ടി സെർച്ച് ചെയ്ത് വാങ്ങിയതാണ്. അപ്പം ഇത് അടിപൊളിയാണ്, നല്ല പ്രോഡക്റ്റ്. നമ്മൾ ഓയിൽ ഫ്രീ ആയി വെക്കാൻ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാനത് കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇത് അടിപൊളിയാണ്. ഇത് അതിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കണം. എനിക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ സാധനം. ഓയിൽ ഫ്രീ ഡെയിലി ഫേസ് മോയ്സ്ചറൈസറാണ്. ഇത് മിററിലായിരിക്കും കാണുന്നത്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അടുത്ത സൺസ്ക്രീനാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണല്ലോ സൺസ്ക്രീൻ. ഇപ്പോഴത്തെ ചൂടും. അപ്പോൾ ഞാനിതും 4 മാസമായി ഉപയോഗിക്കുന്നുണ്ട്. ഈ 3 പ്രോഡക്റ്റ് ഞാൻ 4 മാസമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് ഇത്രയും വ്യത്യാസം. ഇപ്പോൾ ഇതുപോലെ ഇവിടെ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം നല്ല മാറ്റമുണ്ട് എനിക്ക്. അപ്പോൾ അടുത്തത് സൺസ്ക്രീൻ 1% ഹൈഡ്രോണിക് സൺസ്ക്രീൻ അക്വാ ജെല്ലാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതും ഡെർമാക്കോടെ പ്രോഡക്റ്റാണ്. അങ്ങനെ ഇത് 3 ഐറ്റമാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്രയും ചേഞ്ച് കൊണ്ടുവന്നത്. ഈ 3 പ്രോഡക്റ്റാണ്. അപ്പോൾ എൻ്റെ പോലെ ഓയിലി, ആക്നി പ്രോൺ, സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് അടിപൊളിയാണ് ഏറ്റവും. ഇപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും ഇത് ട്രൈ ചെയ്യാതിരിക്കരുത്. അത്രയ്ക്ക് പെർഫെക്റ്റാണ്. പിമ്പിൾസും ഡാർക്ക് സ്പോട്ടും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ഏറ്റവും നല്ല സൊല്യൂഷനാണ് കേട്ടോ ഇത്. ഇതിനപ്പുറം ഒരു സൊല്യൂഷൻ ഇല്ല. ഞാൻ കണ്ടുപിടിച്ചിട്ടാണ്. ഞാൻ ഇത്രയും കാലം ഞാൻ അന്വേഷിച്ച് നടക്കുന്നത് ഇതെങ്ങനെ മാറുമെന്ന്. പക്ഷേ പക്കയാണിത്. എനിക്ക് അത്രയും ഇതിപ്പോൾ 2ാമത്തെ ബോട്ടിലാണ്. ഒരാൾ ഉപയോഗിക്കുന്നത് കൊണ്ട് 2 മാസമൊക്കെ പോകും. ഇപ്പോൾ 2ാമത്തെ ബോട്ടിൽ 4 മാസമായി ഞാൻ ഉപയോഗിക്കുന്നത്. കഴിയാറായി.